പുതിയൊരു റോസ് കെയർ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് എൻ്റെ ചെടികൾ കുറച്ചധികം റോസ് ചെടികൾ എനിക്കുണ്ട്. ഇപ്പോൾ എല്ലാം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു 2-3 വർഷത്തോളമായിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഈ പ്ലാന്റെല്ലാം ഒരുപാട് പൂക്കളൊക്കെ തന്നുകൊണ്ടിരുന്ന റോസുകളാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, അത്ര ഉഷാറൊന്നുമില്ല, എല്ലാം ക്ഷീണമായി. അപ്പോൾ ഞാനിതിൻ്റെ മണ്ണെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. കണ്ടോ, ഈ റോസിൻ്റെയൊക്കെ ഇങ്ങനെ കമ്പ് ഇങ്ങനെ നീണ്ടു പോയിട്ടേ ഉള്ളൂ, പൂക്കളൊക്കെ കുറവാണ്. കാരണം ഈ പോട്ടിലുള്ള മണ്ണിന് അതിന് വേണ്ട പോഷക ഘടകങ്ങളെല്ലാം മണ്ണിൽ അത്യാവശ്യം തീർന്നിട്ടുണ്ട്. നമ്മൾ ഈ പോട്ടിൽ വേറെ മണ്ണ് മാറ്റി കൊടുക്കേണ്ടത് ഇപ്പോൾ ആവശ്യമാണ്. ഞാൻ ഈ ഒരു ഭാഗത്തേക്കായിരുന്നു പ്ലാന്റ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ പനിനീർ റോസാണ്. ഇതധികം ആയില്ല നട്ടിട്ട്, 1-2 പൂക്കളൊക്കെ തന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പനിനീർ റോസ് ഇച്ചിരി ലേറ്റായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഇത് ഓർക്കിഡ് റോസാണ്. എല്ലാ റോസും തന്നെ എടുത്ത് അതിന് മേലെ പോട്ടിലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഞാൻ രാവിലെ നനച്ചിട്ടില്ല, കാരണം നനവുണ്ടെങ്കിൽ മണ്ണ് മാറ്റുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കില്ലേ, അതുകൊണ്ട് ഞാൻ അത് മാറ്റാനായിട്ട് നനച്ചിട്ടില്ല രാവിലെ. ഏതായാലും റോസ് എല്ലാം പോട്ടും മണ്ണൊക്കെ മാറ്റി റെഡിയാക്കാമെന്ന് കരുതിയിട്ടാണുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം ഇതിൻ്റെ മേലെ ഭാഗത്തെ മണ്ണ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. വേരൊന്നും അധികം പൊട്ടിപ്പോവാതെ വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ. റോസിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ നമുക്ക് കയ്യിൽ കൊള്ളും കേട്ടോ, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. നല്ല ശക്തിക്ക് കൊണ്ടുപോയി നല്ല വേദനയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച്, അതുപോലെ റൂട്ടൊന്നും പൊട്ടിപ്പോവാതെ വേണം നമ്മൾ മണ്ണിളക്കി കൊടുക്കാൻ. ഇടയ്ക്കൊക്കെ മണ്ണ് ഞാൻ ഇളക്കി കൊടുക്കാറുള്ളത് കൊണ്ട് തന്നെ മണ്ണങ്ങനെ കട്ട കെട്ടി കിടക്കുന്നൊന്നുമില്ല. നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. 2-3 വർഷം ആയ മണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മണ്ണ് മേലെ ഭാഗത്തു നിന്നുള്ള മണ്ണ് ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലായിരുന്നു ഞാനിങ്ങനെ പോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം എടുത്ത് നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് വേണം നമുക്ക് വീണ്ടും പോട്ട് അങ്ങോട്ടേക്ക് എടുത്ത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വള്ളി റോസാണ് കേട്ടോ. അപ്പോൾ ഈ പോട്ടിൽ നിൽക്കുന്ന റോസ് കാണുമ്പോൾ തന്നെ അറിയില്ലേ, എല്ലാം പ്രൂൺ ചെയ്യാനായിട്ടുണ്ട്. മണ്ണും മാറ്റി കൊടുത്ത് വേണ്ട വളമൊക്കെ ചേർത്ത് നമുക്ക് NPKയും ഞാനിപ്പോൾ മണ്ണും ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് NPK, അതുപോലെ മുട്ടത്തോട് പൊടിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വീണ്ടും ഞാനത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് വേണം വീണ്ടും അങ്ങോട്ടേക്ക് പോട്ടൊക്കെ എടുത്ത് വയ്ക്കാൻ. ഞാൻ മണ്ണ് മാറ്റിയെടുത്തത് ഈ രീതിയിലാണ് കേട്ടോ. അത്യാവശ്യം ഇളക്കി മേൽമണ്ണ് ഇളക്കാൻ പറ്റുന്നത്രയും വേരൊന്നും ഡാമേജ് ആവാതെ ഇളക്കി വെച്ചിട്ട് ഇതുപോലൊരു പോട്ടിലേക്ക് മണ്ണ് തട്ടി കൊടുക്കുകയോ ചെയ്തു. അപ്പം മേലെ ഭാഗത്തുണ്ടായിരുന്ന മണ്ണെല്ലാം ഇങ്ങ് പോന്നോളൂ. ഇങ്ങനെ പോട്ടിലേക്ക് മാറ്റിയെടുക്കുക. കണ്ടോ റൂട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ക്ഷതമാക്കാണ്ട് വേണം നമ്മളിങ്ങനെ മണ്ണ് മാറ്റിയെടുക്കാൻ. റോസ് ഇടാനായിട്ട് നമ്മൾ മണ്ണിൽ കൂടിയ മണ്ണാണല്ലോ, അപ്പോൾ മണ്ണ് അങ്ങനെ തറഞ്ഞു കിടക്കൂല, അത്യാവശ്യം ഇളക്കമുള്ള മണ്ണായിരിക്കും. അപ്പം മേലെ ഭാഗത്തു നിന്നുള്ള കുറേ മണ്ണ് നമുക്ക് റൂട്ടൊന്നും ഡാമേജ് ആവാതെ റൂട്ട് കാണുന്നൊരു അവിടം വെച്ച് മണ്ണിനെ ഇളക്കിയിടുക. അതിന് ശേഷം ആ മണ്ണ് മാറ്റിയതിന് ശേഷം
നമുക്ക് വേറെ മണ്ണ് ചേർന്ന വളം ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നത് സ്നേക്ക് പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ഇതിനകത്ത് ഡാമേജ് ആയിട്ടുണ്ട്, പൊള്ളിപ്പോയതും ലീഫ് കരിഞ്ഞു പോയതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്കാണ് ഞാൻ റോസ് പോട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നീറ്റാക്കി കൊടുക്കാമെന്ന് കരുതി. ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നീറ്റാക്കിയതിന് ശേഷം വേണം വീണ്ടും നമ്മുടെ റോസൊക്കെ അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ ഓരോ റോസിൻ്റെയും പോട്ടിലെ മണ്ണെല്ലാം മാറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഒരു സൺഡേ ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടാണ് കൂടുതലായിട്ട് ആ ടൈം വിനിയോഗിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലെ പണിയും കാര്യങ്ങളെല്ലാം തീർത്ത് വെച്ച് രാവിലെ തുടങ്ങിയ പണി തന്നെ വൈകുന്നേരം വരെ, സന്ധ്യ വരെ എൻ്റെ പണികൾ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ വേഗം ഇന്ന് കഴിഞ്ഞ് പോകുന്നതായിട്ട് തോന്നും. അത്യാവശ്യം റോസിൻ്റെ മുള്ളൊക്കെ നല്ല രീതിയിൽ കയ്യിൽ കൊണ്ടിട്ടുണ്ട്. നഖത്തിൻ്റെ ഈ സൈഡൊക്കെ ആകുമ്പം നല്ല വേദനയാണ്. അപ്പം നന്നായിട്ട് നല്ല കട്ടിയുള്ള ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. ഞാൻ എന്നാൽ ചെറിയൊരു ഗ്ലൗസായിരുന്നു, നന്നായിട്ട് തന്നെ മുറിഞ്ഞിട്ടുണ്ട് കൈയെല്ലാം. ഇപ്പോൾ റോസൊക്കെ നിറച്ച് പൂക്കളായി നിൽക്കേണ്ടതാണ്. എല്ലാ വർഷവും ഇതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേനും റോസിൽ ഫ്ലവറൊന്നും വരുന്നില്ല, ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു പോയി. അങ്ങനെ എത്ര നമ്മൾ കെയർ ചെയ്തിട്ടും ഒരു ഉഷാറില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്തത് നീറ്റാക്കിയിട്ടുണ്ട്. ഇത് തന്നെ അരി വീണ് കിടത്താട്ടോ. എൻ്റെ ചുവട്ടിൽ കാണുന്ന ഈ ഒരു പെറ്റൂണിയ മെക്സിക്കൻ പെറ്റൂണിയ. വെയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭാഗത്തേക്ക് തണൽ വന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും പണിയിലേക്ക് ഇറങ്ങി. അപ്പോൾ മണ്ണും ചാണകപ്പൊടിയും മുട്ട പൊടിച്ച മുട്ടത്തോട് പൊടിച്ചതുണ്ടായിരുന്നു, അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മണ്ണെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന പോട്ടാണ് കേട്ടോ. ഇതാ മണ്ണെല്ലാം ഇങ്ങനെ വലിയൊരു പോട്ടിൽ നിറഞ്ഞു. ഇതൊരു കുഞ്ഞു മുക്കുത്തി റോസാണ്. ഇപ്പം നമ്മൾ ഈ മിക്സ് ഇങ്ങനെ റെഡിയാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. മണ്ണും ചാണകപ്പൊടിയും മുട്ടത്തോട് പൊടിച്ചതുണ്ട്, കുറച്ച് NPK മിക്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാടില്ല, കുറച്ച്. വീണ്ടും കുറച്ച് മണ്ണൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഇതിട്ടിട്ടുണ്ട്. നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാതെ കുറച്ച് ഭാഗം നമ്മൾ വിട്ടിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. നിറച്ച് വെച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാകും. പിന്നെ അതുപോലെ തന്നെ വളമിടാൻ നേരം മണ്ണ് വീണ്ടും ഇട്ട് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിറയെ തൂവി വെക്കാതെ കുറച്ചൊന്ന് താഴത്തിൽ തന്നെ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് വേരിനൊക്കെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്കിതിലേക്ക് വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിതിൽ ചേർത്തിട്ടില്ല. നമ്മളിങ്ങനെ മണ്ണ് മാറ്റി പുതിയ മണ്ണ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ചാണകപ്പൊടിയുടെ കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൊക്കെ നമുക്ക് പൊളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അത് കൊടുത്തില്ലെങ്കിലും നമ്മൾ പുതിയ റോസ് നടുമ്പോഴൊക്കെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നടുന്നത് വേരുകൾക്ക് എന്തെങ്കിലും ഫംഗൽ ബാധ കേട് ഒക്കെ വരാതിരിക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നടുന്നത് വളരെ നല്ലതാണ്. തണൽ വന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പണികൾ പോകുന്നുണ്ട്. നേരത്തെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഈ റോസ് കണ്ടോ, അതിൻ്റെ പോട്ടൊക്കെ പൊട്ടി ഒരുപാട്, എനിക്ക് തോന്നുന്നു അതൊരു 3-4 വർഷം പഴക്കമുള്ളതാണ്. ആദ്യം എടുത്ത പൊട്ടി മിക്സ് എല്ലാം തീർന്നു, വീണ്ടും അതുപോലെ തന്നെ മിക്സ് ചെയ്തു എടുക്കുന്നതാണ് കേട്ടോ. ഇത് ഏതായാലും ചാണകപ്പൊടി നല്ല പൊടിയായിട്ടുണ്ടായിരുന്നതാണ്, കട്ടകളൊന്നും ഇല്ലാതെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ചാണകപ്പൊടിയാണ് ചേർക്കാൻ നല്ലത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ
അതുപോലെ ലാൻഡാന ചെടികൾ നന്നായി വളർന്ന് അവരെ പ്രൂൺ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പോട്ടി മിക്സ് ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് കരുതി. അവരെ ഞാൻ മൊത്തത്തോട് തന്നെ മണ്ണ് മാറ്റി കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇത് കുറേ മാറ്റി റെഡിയാക്കി എല്ലാം അവിടെ ക്ലീനാക്കി വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നിറയെ ഇലകൾ വന്ന് തിങ്ങി നിന്നുകൊണ്ടിരുന്ന റോസുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം പോയിട്ട് ഈ ഒരവസ്ഥ. ഇനി അത് മാറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ റോസുകളിലൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? പോട്ടിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മണ്ണ് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ സാഫും കൂടെ മിക്സ് ചെയ്യണേ. പോട്ടി മിക്സ് ഇപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കുമ്പോഴും കുറച്ച് സാഫ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നേരത്തെ ഞാൻ സാഫ് ചേർത്ത കാര്യം പറഞ്ഞില്ല അല്ലേ. പണികൾ തീർന്നിട്ടില്ല. കുറച്ച് റോസുകൾ ആ സൈഡിലും കൂടി ഉണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ മണ്ണെടുത്തുകൊണ്ട് വരും, മിക്സ് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 7:30 വരെ രാത്രി ലേറ്റായിട്ടാണ് എൻ്റെ പണികളൊക്കെ തീർന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇനിയും ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും പോരും. ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പ്ലാന്റ് എല്ലാം വളർന്നു വന്ന് നല്ല ഉഷാറായി കഴിഞ്ഞ് പൂക്കളോട് കൂടി നിൽക്കുന്ന വീഡിയോ പിന്നീട് ഇടുന്നതാണ്. താങ്ക് യു.